കോളേജ് കാലത്ത് റാഗിങ് അനുഭവിക്കാത്തവർ വളരെ കുറവാണ്. അപ്പോൾ ഈ റാഗിങ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തമാശയും അത് അനുഭവിക്കുന്നവർക്ക് വളരെയേറെ വേദനയും മാനസികമായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ റാഗിങ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പീഡനം മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരുപാട് കളിയാക്കലുകൾ ഇതെല്ലാം തന്നെ വേറൊരു സ്റ്റേജിലേക്കാണ് കുട്ടികളുടെ മൈൻഡ് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ പാലക്കാട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. സീനിയേഴ്സ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആ പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയാണ്. വീടുമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അവർക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷനുള്ളൂ. അതും 10 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിലെ വാർഡനൊക്കെ പറയുന്നത് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അവർ നൈസായിട്ട് കൈ കഴുകി, മുമ്പ് പീലാത്തോസ് കൈ കഴുകിയതുപോലെ ഈ പാപത്തിൽ അവർക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒന്നാണോ ഇത്? കാരണം എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. കുട്ടിയിൽ എന്ത് മാറ്റങ്ങളുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട നിങ്ങളാണ്. അത് മാത്രമല്ല, ഈ ഹോസ്റ്റലിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് അവർ പറയുന്ന ഡൊണേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചേർക്കാമെന്ന് പറഞ്ഞാൽ അതിൽ 1 രൂപ പോലും കുറയ്ക്കാറില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അവരുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ പോലും നമ്മളെ മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ആ കുഞ്ഞ് പുറത്ത് പറയാൻ പേടിച്ചിട്ടുണ്ടാവും, ഭയന്നിട്ടുണ്ടാവും. എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അതിൽ സങ്കടമുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ ആക്കുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കണമെന്നില്ല. പിന്നെ നമ്മൾ പുതിയ സ്കൂളിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ അവർ പഠിക്കാനൊക്കെ ഒരു മടി കാണിക്കുന്നുണ്ടെങ്കിലോ വീട്ടിൽ വന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. റാഗിങ് എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റു പലരുടെയും സന്തോഷമാണ് തകർക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് കരുതലോടെ സൂക്ഷിക്കാം.